നമസ്കാരം സുഹൃത്തുക്കളെ, ചാണക്യലോകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? വലിയ വഴിപാടുകളും പൂജകളും കഴിക്കാറുണ്ടോ? എന്നാൽ നിങ്ങളെ തേടി ഈശ്വരാനുഗ്രഹം എത്തുന്നില്ലേ? എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം ഇതുവരെ കേട്ടിട്ടില്ല. നമ്മളിൽ പലരും വിചാരിക്കുന്നത് വലിയ ക്ഷേത്രങ്ങളിൽ പോകുന്നതും പണം വാരിയെറിയുന്നതുമാണ് യഥാർത്ഥ ഭക്തി എന്നാണ്. എന്നാൽ ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ ദൈവത്തെയും ഭക്തിയെയും കുറിച്ച് ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം യഥാർത്ഥത്തിൽ എവിടെയാണ് വസിക്കുന്നത്? ഏതുതരം പ്രാർത്ഥനയാണ് ഈശ്വരന് പ്രിയപ്പെട്ടത്? നിങ്ങളുടെ ജീവിതത്തിലെ സകല ദാരിദ്ര്യവും മാറ്റി ഭാഗ്യം കൊണ്ടുവരുന്ന ആ 4 ചാണക്യ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോവുകയാണ്. ദൈവത്തെയും യഥാർത്ഥ ഭക്തിയെയും കുറിച്ചുള്ള ചാണക്യന്റെ ഈ അത്ഭുത സത്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ജീവിത വിജയത്തിനായുള്ള ഇത്തരം വിലപ്പെട്ട അറിവുകൾക്കായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. 1. ദൈവം വസിക്കുന്നത് വിഗ്രഹങ്ങളിലല്ല, നിങ്ങളുടെ മനസ്സിലാണ്. ചാണക്യനീതിയിലെ ഏറ്റവും പ്രശസ്തമായൊരു ശ്ലോകത്തിൽ ചാണക്യൻ വ്യക്തമാക്കുന്നുണ്ട്: ന ദേവോ വിദ്യതേ കാഷ്ഠേന പാഷാണേന മൃണ്മയേ ഭാവേഹി വിദ്യതേ ദേവസ്തസ്മാത് ഭാവോഹി കാരണം. അതായത്, ദൈവം തടിയിലോ കല്ലിലോ മണ്ണിലോ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളിലല്ല വസിക്കുന്നത്. നിങ്ങളുടെ ഭാവനയിലാണ്, അഥവാ പരിശുദ്ധമായ വിശ്വാസത്തിലാണ് ദൈവം വസിക്കുന്നത്. ചാണക്യന്റെ ജീവിതവും ദൈവീകതയും. മഗധ സാമ്രാജ്യത്തിന്റെ അഹങ്കാരിയായ ധനനന്ദ രാജാവിനെ സിംഹാസനത്തിൽ നിന്നും ഇറക്കി ചന്ദ്രഗുപ്ത മൗര്യനെ ഒരു മഹാരാജാവായി വാഴിച്ച ചരിത്രപുരുഷനാണ് ചാണക്യൻ. ഈ വലിയ ദൗത്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുൻപും ശേഷവും ചാണക്യൻ കഠിനമായ ഈശ്വരവിശ്വാസിയും ഒരു ബ്രാഹ്മണനുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ദൈവീകത എന്നത് അന്ധമായ ആചാരങ്ങളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. തന്റെ ശത്രുക്കൾ വലിയ ക്ഷേത്രങ്ങളിൽ പോയി തങ്ങൾക്ക് വിജയം തരണമെന്ന് വഴിപാടുകൾ കഴിക്കുമ്പോൾ ചാണക്യൻ വിശ്വസിച്ചിരുന്നത് യഥാർത്ഥ ദൈവീകത തന്റെ ഉള്ളിലെ ലക്ഷ്യബോധവും ശുദ്ധമായ മനസ്സുമാണെന്നാണ്. അഖണ്ഡഭാരതം കെട്ടിപ്പടുക്കുക എന്ന ധർമ്മത്തിനു വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടുതന്നെ തന്റെ പരിശുദ്ധമായ മനസ്സിനുള്ളിൽ ഈശ്വരൻ എപ്പോഴും കൂടെയുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. എത്ര വലിയ പ്രതിസന്ധികൾ വന്നിട്ടും ചാണക്യൻ തളരാതിരുന്നതിന് കാരണം ബാഹ്യമായ പൂജകളല്ല, മറിച്ച് തന്റെ ഉള്ളിലെ ഈ ശക്തമായ ദൈവിക വിശ്വാസമായിരുന്നു. നമ്മളിൽ പലരും വിചാരിക്കുന്നത് വലിപ്പമേറിയ അമ്പലങ്ങളിൽ പോയി വലിയ തുക വഴിപാടുകൾ നടത്തിയാൽ ദൈവം പ്രസാദിക്കുമെന്നാണ്. എന്നാൽ ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ കപടതയും സ്വാർത്ഥതയും വെച്ചുകൊണ്ട് നിങ്ങൾ എത്ര വലിയ വിഗ്രഹത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചാലും ഒരു ഫലവുമില്ല എന്നാണ്. നിങ്ങളുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ കല്ലിലോ മണ്ണിലോ ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. നേരെമറിച്ച് ഒരു മനുഷ്യൻ തന്റെ മനസ്സ് ശുദ്ധമായി സൂക്ഷിക്കുകയും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുമ്പോൾ അവന്റെ മനസ്സ് തന്നെ ഒരു ക്ഷേത്രമായി മാറുന്നു. അവിടെ ഈശ്വരൻ തനിയെ വന്നു വസിക്കും. അതുകൊണ്ട് ദൈവത്തെ പുറത്തു തിരയുന്നതിനു മുൻപ് സ്വന്തം മനസ്സാക്ഷിയെ ശുദ്ധമാക്കാൻ ശീലിക്കുക എന്നതാണ് ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ സത്യം. സുഹൃത്തുക്കളെ, ചാണക്യന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. നിങ്ങൾ ദൈവത്തെ തിരഞ്ഞ് കാടുകയറേണ്ടതില്ല, വിഗ്രഹങ്ങളിലേക്ക് മാത്രം നോക്കി പ്രാർത്ഥിക്കേണ്ടതുമില്ല. നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസവും നന്മയുമാണ് യഥാർത്ഥ ദൈവീകത. മനസ്സ് ശുദ്ധമാക്കി വയ്ക്കുന്നവന്റെ കൂടെ ഈശ്വരൻ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് കല്ലിലും മണ്ണിലും ദൈവത്തെ കാണുന്നതിനു മുൻപ് നിങ്ങളുടെ ചിന്തകളിൽ ദൈവത്തെ കൊണ്ടുവരിക. 2. ധർമ്മമാണ് ഏറ്റവും വലിയ ഭക്തി. റൈച്ചസ്നസ് ഈസ് ദ സുപ്രീം ഡിവോഷൻ. ചാണക്യൻ തന്റെ സാമ്പത്തിക രാഷ്ട്രീയ തന്ത്രങ്ങളിൽ എപ്പോഴും ഊന്നിപ്പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്: മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പൂജ അവന്റെ ധർമ്മം പാലിക്കലാണ്. ചാണക്യനീതിയിൽ അദ്ദേഹം പറയുന്നു: മനസ്സിൽ ദയയും പ്രവൃത്തിയിൽ നീതിയുമില്ലാത്തവന്റെ പ്രാർത്ഥനകൾ കേൾക്കാൻ ഈശ്വരന് സമയമില്ല. കേട്ടിരുന്നു പോകുന്ന ചാണക്യന്റെ ജീവിത ഉദാഹരണം. മഗധ ഭരിച്ചിരുന്ന ധനനന്ദ രാജാവ് എല്ലാ ദിവസവും കൊട്ടാരത്തിൽ വലിയ യാഗങ്ങളും പൂജകളും നടത്തിയിരുന്ന ആളായിരുന്നു. ബ്രാഹ്മണർക്ക് വലിയ ദാനധർമ്മങ്ങൾ നൽകുകയും ദൈവത്തിന്റെ പേരിലറിയപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തി. എന്നാൽ മറുഭാഗത്ത് സ്വന്തം പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുകയും അവരിൽ നിന്ന് അമിതമായി നികുതി പിരിച്ച് ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് ചാണക്യൻ അവിടുത്തെ രാജഗുരുവായി വരുന്നത്. ധനനന്ദന്റെ ഈ കാപട്യഭക്തിയെ ചാണക്യൻ ശക്തമായി എതിർത്തു. ചാണക്യൻ രാജാവിനോട് പറഞ്ഞു: രാജാവേ, താങ്കൾ ചെയ്യുന്ന ഈ കോടികളുടെ പൂജകൾ കൊണ്ട് ഒരു പുണ്യവുമില്ല. കാരണം സ്വന്തം പ്രജകൾ വിശന്നു കരയുമ്പോൾ ദൈവത്തിനു മുന്നിൽ നടത്തുന്ന വഴിപാടുകൾ വെറും അഹങ്കാരം മാത്രമാണ്. പ്രജകളെ സംരക്ഷിക്കുന്നതാണ് ഒരു രാജാവിന്റെ ഏറ്റവും വലിയ ഭക്തി. എന്നാൽ അഹങ്കാരിയായ രാജാവ് ചാണക്യനെ അപമാനിച്ച് കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി. അവിടെ വെച്ചാണ് ചാണക്യൻ തന്റെ ശിരസിലെ കുടുമ അഴിച്ചിട്ട് പ്രതിജ്ഞ ചെയ്യുന്നത്: ഈ അധർമ്മിയായ രാജാവിനെ ഞാൻ സിംഹാസനത്തിൽ നിന്നും ഇറക്കും.
തുടർന്ന് സാധാരണക്കാരനായ ചന്ദ്രഗുപ്തനെ കൂടെ കൂട്ടി ചാണക്യൻ പോരാടിയത് വലിപ്പമേറിയ ആചാരങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. ഒടുവിൽ ചാണക്യന്റെ നീതിക്ക് മുന്നിൽ ധനനന്ദന്റെ വലിയ യാഗശാലകൾക്കും പ്രാർത്ഥനകൾക്കും അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദൈവം നിന്നത് കോടികൾ ചിലവഴിച്ച് പൂജ ചെയ്ത രാജാവിന്റെ കൂടെയല്ല, മറിച്ച് ധർമ്മത്തിനു വേണ്ടി പോരാടിയ ചാണക്യന്റെയും ചന്ദ്രഗുപ്തന്റെയും കൂടെയായിരുന്നു. നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കാണാം. ഒരു വശത്ത് വലിയ ഭക്തരായി അഭിനയിക്കുകയും അമ്പലങ്ങളിലും പള്ളികളിലും ലക്ഷങ്ങൾ വഴിപാട് നൽകുകയും ചെയ്യും. എന്നാൽ സ്വന്തം വീട്ടിലെ പ്രായമായ മാതാപിതാക്കളെ നോക്കാതിരിക്കുകയോ കൂടെ ജോലി ചെയ്യുന്നവന്റെ പണം തട്ടിയെടുക്കുകയോ പാവപ്പെട്ടവനെ ദ്രോഹിക്കുകയോ ചെയ്യും. ചാണക്യൻ ചോദിക്കുന്നത് ഇതാണ്: ഒരു മനുഷ്യൻ വിശന്നു കരയുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വിഗ്രഹത്തിനു മുന്നിൽ കൊണ്ടുവയ്ക്കുന്ന പായസവും ലഡ്ഡുവും ദൈവം സ്വീകരിക്കുമോ? ഒരിക്കലുമില്ല. സ്വന്തം കടമകൾ കൃത്യമായി ചെയ്യുക, കൂടെയുള്ള മനുഷ്യരെ സഹായിക്കുക, ആരെയും ചതിക്കാതിരിക്കുക, ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവഭക്തി. നീതിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവനെ തേടി ഈശ്വരൻ സ്വയം വരും. സുഹൃത്തുക്കളെ, ചാണക്യന്റെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടോളൂ. മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് നൽകുന്ന വൻതുകയുടെ വഴിപാടുകളേക്കാൾ ദൈവത്തിന് പ്രിയപ്പെട്ടത് വിശക്കുന്ന ഒരു പാവപ്പെട്ടവന് നിങ്ങൾ നൽകുന്ന ഒരു പീട്ടി ആഹാരമാണ്. കൂടെയുള്ളവന്റെ കണ്ണീരൊപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഈശ്വരന് സമർപ്പിക്കുന്ന ഏറ്റവും വലിയ പൂജ. ഓർക്കുക, ധർമ്മമാണ് ഏറ്റവും വലിയ ഭക്തി. 3. വിനയമില്ലാത്ത ഭക്തി അഹങ്കാരമാണ്. ഡിവോഷൻ വിത്തൌട്ട് ഹ്യൂമിലിറ്റി ഈസ് ഈഗോ. ചാണക്യൻ എപ്പോഴും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്: യഥാർത്ഥ ജ്ഞാനവും ഭക്തിയും ഒരു മനുഷ്യനിൽ ഉണ്ടാക്കേണ്ടത് വിനയമാണ്. ഉള്ളിൽ അഹങ്കാരവും കാപട്യവും വെച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചാൽ ഈശ്വരാനുഗ്രഹം ലഭിക്കില്ലെന്ന് അദ്ദേഹം ചാണക്യനീതിയിൽ വ്യക്തമാക്കുന്നു. ചാണക്യന്റെ ജീവിതവും വിനയവും തന്റെ ബുദ്ധിശക്തി കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായി ചന്ദ്രഗുപ്തനെ വാഴിച്ച വ്യക്തിയാണ് ചാണക്യൻ. വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ആഡംബരമുറിയിൽ ജീവിക്കാമായിരുന്നു, സ്വർണ്ണക്കട്ടിലിൽ ഉറങ്ങാമായിരുന്നു. എന്നാൽ ഒരു സാമ്രാജ്യത്തിന്റെ മുഴുവൻ അധികാരവും കൈപ്പിടിയിലുണ്ടായിട്ടും ചാണക്യൻ ജീവിച്ചത് കൊട്ടാരത്തിന് പുറത്തുള്ള ഒരു ചെറിയ പുൽക്കുടിലായിരുന്നു. ലളിതമായ വസ്ത്രം ധരിച്ചു, മൺപാത്രത്തിൽ പാകം ചെയ്ത ആഹാരം കഴിച്ചു. ഒരു ദിവസം വിദേശത്തു നിന്നുള്ള ഒരു സഞ്ചാരി ചാണക്യനെ കാണാൻ കൊട്ടാരത്തിൽ വന്നു. എന്നാൽ പ്രധാനമന്ത്രി കൊട്ടാരത്തിലില്ലെന്നും ദൂരെയുള്ള ഒരു കുടിലിലാണ് താമസിക്കുന്നതെന്നും അറിഞ്ഞ് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ആ സഞ്ചാരി കുടിലിലെത്തുമ്പോൾ ചാണക്യൻ ഒരു ചെറിയ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് രാജ്യകാര്യങ്ങൾ എഴുതുകയായിരുന്നു. സഞ്ചാരി ചോദിച്ചു: ഇത്രയും വലിയ സാമ്രാജ്യത്തിന്റെ സർവാധികാരിയായിട്ടും അങ്ങ് എന്താണ് ഈ ചെറിയ കുടിലിൽ ജീവിക്കുന്നത്? അപ്പോൾ ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ ഒരു സാധാരണ ബ്രാഹ്മണനാണ്. എന്റെ കർത്തവ്യം ധർമ്മം പാലിക്കുക എന്നതാണ്. ഞാൻ ആഡംബരത്തിൽ മുഴുകിയാൽ എന്റെ ഉള്ളിൽ അഹങ്കാരം വരും. അഹങ്കാരം വന്നാൽ പിന്നെ എനിക്ക് ദൈവത്തെയും ധർമ്മത്തെയും തിരിച്ചറിയാൻ കഴിയില്ല. താൻ ചെയ്യുന്ന വലിയ കാര്യങ്ങളൊന്നും തന്റെ മിടുക്കല്ലെന്നും എല്ലാം ഈശ്വരന്റെ നിശ്ചയമാണെന്നുമുള്ള വലിയ വിനയമാണ് ചാണക്യനെ എക്കാലത്തെയും മികച്ച നേതാവാക്കി മാറ്റിയത്. ഇന്നത്തെ കാലത്ത് നമ്മളിൽ പലരും ഭക്തിയൊരു മത്സരമായിട്ടാണ് കാണുന്നത്. ഞാൻ എത്ര വലിയ പൂജ നടത്തി, ഞാൻ എത്ര പണം അമ്പലത്തിൽ ദാനം ചെയ്തു, ഞാൻ എല്ലാ ആഴ്ചയും വ്രതം നോൽക്കാറുണ്ട് എന്നിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ഭക്തനാണെന്ന് കാണിച്ചുകൂട്ടാൻ പലരും ശ്രമിക്കാറുണ്ട്. ഇതിനെയാണ് ചാണക്യൻ ആത്മീയ അഹങ്കാരം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വലിയൊരു ഭക്തനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഭക്തിയല്ല, മറിച്ച് നിങ്ങളുടെ അഹങ്കാരമാണ് പുറത്തുവരുന്നത്. ദൈവത്തിനു മുന്നിൽ നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും വെറും പൂജ്യമാണെന്ന തിരിച്ചറിവാണ് ഭക്തി. ഉള്ളിൽ വിനയമില്ലാതെ ഞാൻ വലിയൊരു സംഭവമാണ് എന്ന ചിന്തയോടെ ദൈവത്തോട് എന്തു പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല. എത്രത്തോളം ഭക്തി കൂടുന്നുവോ അത്രത്തോളം വിനയമുള്ളവനായി മാറാൻ മനുഷ്യന് സാധിക്കണം. സുഹൃത്തുക്കളെ, ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്: നിങ്ങൾ എത്ര വലിയ ഭക്തനാണെന്ന് ലോകത്തിനു മുന്നിൽ കാണിച്ച് അഹങ്കരിക്കുന്നതിലല്ല കാര്യം. നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരത്തെ ദൈവത്തിനു മുന്നിൽ സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? മറ്റുള്ളവരോട് വിനയത്തോടെയും കരുണയോടെയും പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഭക്തിക്ക് അർത്ഥമുണ്ടാകൂ. ഓർക്കുക, വിനയമില്ലാത്ത ഭക്തി വെറും കാപട്യമാണ്. 4. കർമ്മമാണ് നിങ്ങളുടെ പ്രാർത്ഥന. കർമ്മ ഈസ് യുവർ ട്രൂ പ്രയർ. ചാണക്യ തത്വശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്നത് കർമ്മം ആണ്. ഒന്നും ചെയ്യാതെ വെറുതെ ഭാഗ്യത്തിനു വേണ്ടിയോ ദൈവാനുഗ്രഹത്തിനു വേണ്ടിയോ കാത്തിരിക്കുന്നവനെ ദൈവം പോലും സഹായിക്കില്ല എന്ന് ചാണക്യൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ചാണക്യനീതിയിൽ അദ്ദേഹം പറയുന്നു: അലസനായ മനുഷ്യന് ദൈവാനുഗ്രഹം കൊണ്ടുപോലും ഒരു ഫലവുമില്ല. നിങ്ങളുടെ കഠിനാധ്വാനമാണ് ദൈവത്തിനുള്ള ഏറ്റവും വലിയ പൂജ. ചാണക്യന്റെ ജീവിതവും കർമ്മവും. ചന്ദ്രഗുപ്തനെ മഗധയുടെ രാജാവാക്കാൻ ചാണക്യൻ പദ്ധതികൾ തയ്യാറാക്കുന്ന സമയം. അക്കാലത്ത് ധനനന്ദന്റെ സൈന്യം വളരെ ശക്തമായിരുന്നു.
ആദ്യത്തെ ചില യുദ്ധങ്ങളിൽ ചന്ദ്രഗുപ്തന് പരാജയം നേരിടേണ്ടി വന്നു. ആകെ നിരാശനായ ചന്ദ്രഗുപ്തൻ ചാണക്യനോട് ചോദിച്ചു, ആചാര്യ, നമ്മൾ ഇത്രയും വലിയ ലക്ഷ്യത്തിനു വേണ്ടി പോരാടിയിട്ടും എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ സഹായിക്കാത്തത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ചാണക്യൻ ചന്ദ്രഗുപ്തന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ചന്ദ്രഗുപ്ത, തോറ്റുപോകുമ്പോൾ ദൈവത്തെ കുറ്റം പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ശക്തമായ ഒരു ശരീരവും ചിന്തിക്കാനുള്ള ബുദ്ധിയുമാണ്. അതുപയോഗിച്ച് കഠിനമായി പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ കടമ. വിധിക്കു മുന്നിൽ കരഞ്ഞിരിക്കുന്നവനെയല്ല, മറിച്ച് വീണിടത്തുനിന്ന് എഴുന്നേറ്റ് പോരാടുന്നവനെയാണ് ദൈവം സഹായിക്കുക. നമ്മുടെ കർമ്മം ശുദ്ധമാണെങ്കിൽ ഈശ്വരൻ നമുക്ക് പിന്നാലെ വരും. ആ വാക്കുകൾ ചന്ദ്രഗുപ്തനിൽ വലിയൊരു ആവേശമുണ്ടാക്കി. അവർ തങ്ങളുടെ തെറ്റുകൾ തിരുത്തി കൂടുതൽ ശക്തമായി കർമ്മരംഗത്തേക്കിറങ്ങി. ഒടുവിൽ ചരിത്രം സാക്ഷിയായി അവർ മഗധ പിടിച്ചടക്കി. പൂജകൾ ചെയ്ത് കാത്തിരുന്നതുകൊണ്ടല്ല, മറിച്ച് ചോരയും നീരും ഒഴുക്കി കർമ്മം ചെയ്തതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ഇടയിലും ചില ആളുകളുണ്ട്, ഒരു ജോലിയും ചെയ്യാതെ കഠിനാധ്വാനം ചെയ്യാൻ മടിച്ച് എപ്പോഴും ദൈവത്തെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എനിക്ക് നല്ലൊരു ജോലി തരണേ, എന്നെ പണക്കാരനാക്കണേ എന്ന് ദിവസവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം ഒരാളും വിജയിച്ചിട്ടില്ല. ചാണക്യൻ നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്: വയലിൽ വിത്ത് വിതയ്ക്കാതെ അതിന് വെള്ളമൊഴിക്കാതെ വെറുതെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവിടെ നെല്ല് വിളയുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ കടമകൾ കൃത്യമായി ചെയ്യുക എന്നതാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വഴിപാട്. വിദ്യാർത്ഥി നന്നായി പഠിക്കുന്നതും കർഷകൻ മണ്ണിൽ പണിയെടുക്കുന്നതും വ്യാപാരി സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നതുമാണ് ദൈവത്തിനുള്ള യഥാർത്ഥ പ്രാർത്ഥന. നിങ്ങളുടെ കർമ്മം തന്നെയാണ് നിങ്ങളുടെ പൂജ. സുഹൃത്തുക്കളെ, ചാണക്യന്റെ ഈ അവസാനത്തെ സത്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കോളൂ. ഭാഗ്യത്തിനു വേണ്ടിയോ അത്ഭുതങ്ങൾക്കു വേണ്ടിയോ കാത്തിരുന്ന് സമയം കളയരുത്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയവും ബുദ്ധിയും പൂർണ്ണമായി ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്യുക. കാരണം കണ്ണീരൊഴുക്കിയുള്ള പ്രാർത്ഥനകളേക്കാൾ ദൈവത്തിന് പ്രിയപ്പെട്ടത് വേർപ്പൊഴുക്കിയുള്ള നിങ്ങളുടെ കഠിനാധ്വാനമാണ്. ഓർക്കുക, നിങ്ങളുടെ കർമ്മം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. സുഹൃത്തുക്കളെ, ചാണക്യൻ തന്റെ ചാണക്യനീതിയിലൂടെ നമ്മെ പഠിപ്പിച്ച ഈ 4 സത്യങ്ങൾ വെറുമൊരു അറിവല്ല, മറിച്ച് നമ്മുടെ ജീവിതം മാറ്റിമറിക്കേണ്ട തിരിച്ചറിവുകളാണ്. ബാഹ്യമായ ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാവരുത് നമ്മുടെ ഭക്തി. മനസ്സിൽ ശുദ്ധിയും പ്രവൃത്തിയിൽ ധർമ്മവും മറ്റുള്ളവരോട് വിനയവും സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ ഈശ്വരാനുഗ്രഹം നമ്മളെ തേടിയെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 4 കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തോട് ഏറ്റവും കൂടുതൽ ചേർന്നു നിൽക്കുന്നതായി തോന്നിയ കാര്യം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ചാണക്യതന്ത്രങ്ങളെയും ജീവിത വിജയത്തെയും കുറിച്ചുള്ള ഇതുപോലുള്ള കൂടുതൽ വിലപ്പെട്ട വീഡിയോകൾക്കായി ചാണക്യലോകം എന്ന നമ്മുടെ ഈ കുടുംബത്തിൽ അംഗമാകൂ. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് ഷെയർ ചെയ്തു നൽകുമല്ലോ. മറ്റൊരു മനോഹരമായ ചിന്തയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.